ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റോസി ജിജി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല കട്ടിച്ചാറോട് കൂടിയ മീൻകറി എങ്ങനെ വെക്കാവുന്ന റെസിപ്പിയുമായിട്ടാണ്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാംപ്ലേറ്റ് ആണ്. ഇത് ഏകദേശം 3 കിലോ പാംപ്ലേറ്റോളം ഉണ്ട്. ഇത് മാർക്കറ്റിൽ നിന്ന് ഇതിൻ്റെ തൊലിയെല്ലാം ഇരിച്ച് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനെ ഞാൻ 1 മണിക്കൂർ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ ഇനി നമുക്ക് 5-6 വെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിൻ്റെ ഉപ്പെല്ലാം പോകുന്ന വരെ ഇതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതെല്ലാം ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ എരിയുള്ള മുളകും 8 ടേബിൾ സ്പൂൺ എരിയില്ലാത്ത മുളകും കാശ്മീരി മുളക് പൊടിയും ഇതിനെ ഒന്ന് നല്ലതുപോലെ നമുക്ക് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് ഒരു ഉരുളി വെച്ചിട്ട് ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ചൂടായി കഴിയുമ്പോൾ 50 ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 50 ഗ്രാം വെളുത്തുള്ളി നടുവെ കീറിയതും ഇട്ട് ഇതിനെ 1-2 മിനിറ്റ് നല്ലതുപോലൊന്ന് ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. ഇത് റോസ്റ്റ് ആക്കുമ്പോൾ ഈ മീൻകറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. ഇതിപ്പോൾ ഏകദേശം റോസ്റ്റായി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് ഈ റോസ്റ്റായത് 1 സ്പൂൺ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഈ റോസ്റ്റാക്കി വെച്ചേക്കുന്ന മുളക് പൊടിയിലോട്ട് ഇട്ട് നല്ല ഒരു പേസ്റ്റ് രൂപത്തിൽ ഇതിനെ അരച്ചെടുക്കണം. അതിലോട്ട് കുറേ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പൂടെ നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഒന്നുകൂടി ഇതിനകത്തിലോട്ട് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനകത്തിൽ പച്ചമണം ഉണ്ടെങ്കിലൊക്കെ നല്ലതുപോലൊന്ന് വീണ്ടും നമുക്ക് റോസ്റ്റായി കിട്ടും. അപ്പോൾ മീൻകറിക്ക് ഒരു നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് കിട്ടുന്നത് ഈ രൂപത്തിലുണ്ടാക്കുമ്പോൾ. അതിനകത്തിൽ ഞാൻ മല്ലിപ്പൊടിയാട്ടെ ഉള്ളിയാട്ടെ ഒന്നും ചേർക്കുന്നില്ല. ഈ രൂപത്തിൽ നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് 3-4 ദിവസം കേടുകൂടാതെ തന്നെ നമുക്ക് വെളിയിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. മല്ലിപ്പൊടിയും ഉള്ളിയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നവരുണ്ട്. പലരും പല രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഞാനിങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി. അതാണ് ഞാനിങ്ങനെ ഉണ്ടാക്കുന്നത്. മിക്സി കഴുകിയ വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി വെള്ളം ആവശ്യമുണ്ട്. കുറേ കൂടി വെള്ളം ചേർക്കണം നമുക്ക്. 3 കിലോ മീൻ, അതുകൊണ്ട് ഏകദേശം 1 ലിറ്റർ വെള്ളത്തോളം നമുക്കിനി ഇതിനകത്തിൽ ചേർക്കണം. ബാക്കി 1 ലിറ്റർ വെള്ളം കൂടെ നമുക്കിതിന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂണ് ഉപ്പും ഇട്ട് കൊടുക്കാം. 3 കിലോയോളം ഉണ്ട്, അതാണ് 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. ഈ വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളച്ചിട്ടാണ് ഞാൻ ഇതിനകത്തിൽ മീനിട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരണം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ ഓരോന്നോരോന്നായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മീനിട്ട് കൊടുക്കുമ്പോൾ മീൻ മുങ്ങിക്കിടക്കുന്ന രൂപത്തിലാണ് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ മുങ്ങിക്കിടക്കേണ്ട രൂപത്തിലാണ് വെള്ളവും ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഇനി പുളി ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം പുളി 1 മണിക്കൂർ കുടംപുളി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതും ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ചിരിക്കുന്ന ഉലുവാപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഉലുവാപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നല്ലതുപോലൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇപ്പം മീൻ ഏകദേശം പകുതിയോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തിൽ സ്പൂൺ ഇടരുത്. സ്പൂൺ ഇട്ടാൽ ഈ മീൻ പെട്ടെന്നങ്ങ് പൊടിഞ്ഞു പോകും. അഥവാ സ്പൂൺ ഇടാമെങ്കിൽ സൂക്ഷിച്ച് മാത്രമേ സ്പൂൺ ഇടാവൂ.
നമുക്കിതിനകത്തിൽ ഇനിയും ഉപ്പോ പുളിയോ വല്ലതും പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. അഥവാ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഉപ്പ് കുറവായിട്ടാണ് തോന്നിയത്. കുറേ കൂടെ നമുക്ക് ഉപ്പിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഇനിയും ഒരു 10 മിനിറ്റ് നമുക്കിതിനെ അടച്ചു വെച്ച് സ്ലോ ഫ്ലെയിമിലൊന്ന് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചാണ് കടുക് വറുത്തത് എങ്കിലും വെന്ത് കഴിയുമ്പോൾ ഒരു സ്പൂണ് വെളിച്ചെണ്ണയൂടെ ഒന്ന് ഇതിനകത്തിൽ ഒഴിച്ച് കൊടുക്കണം. ഈ വെളിച്ചെണ്ണ മേളിൽ തെളിഞ്ഞു വരുമ്പോഴാണ് നമുക്ക് ഈ മീൻ വെന്തു എന്ന് കണക്കാക്കപ്പെടുന്നത്. കുറേ കൂടി കറിവേപ്പിലയും മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം മീൻ ഏകദേശം ഒക്കെ നമുക്ക് വേവായി കഴിഞ്ഞിട്ടുണ്ട്. മീൻ വേവിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇതിൻ്റെ മേളിൽ ചാറ് നിൽക്കത്തക്ക രൂപത്തിലാണ് മീൻ വേവിച്ചെടുക്കേണ്ടത്. ഇത് നമ്മൾ ഗ്യാസ് ഓഫാക്കി കഴിയുമ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ ഈ ചാറ് തനിയെ ഒന്നുകൂടി ഒന്ന് വറ്റി വരും. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് മീൻ കോരിയെടുക്കാൻ പാടായിരിക്കും. ആ രൂപത്തിൽ വേണം വെള്ളമൊഴിച്ച് ആദ്യമേ വേവിക്കേണ്ടത്. ഒന്നുകൂടി ഒന്ന് ഏറ്റവും ലാസ്റ്റിൽ ഒന്നുകൂടി ഒന്ന് നമുക്കിതിനെ ചുറ്റിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ മീൻ ഗ്യാസ് ഓഫ് ആക്കാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ കണ്ടില്ലേ, നമ്മളിവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. വെള്ളം കുറേ കൂടെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോ വരും വരെ ബായ്.